കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തം തുടർക്കഥയാകുമ്പോൾ ഫയർ സ്റ്റേഷൻ എന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. മെഡിക്കൽ കോളേജിൽ ഫയർ സ്റ്റേഷൻ വേണമെന്ന ശുപാർശ ജില്ലാ ഫയർ ഓഫീസർ നൽകിയിട്ട് വർഷങ്ങളായിട്ടും നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. സർക്കാർ അനാസ്ഥയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ഷോർട്ട് സർക്യൂട്ട് കാരണം പുക പടർന്നത് ദിവസങ്ങൾക്ക് മുമ്പാണ്. അതിനു പിന്നാലെ കഴിഞ്ഞ ദിവസവും തീപിടുത്തമുണ്ടായി. വെള്ളിമാടുകുന്നിൽ നിന്നും ബീച്ചിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയതും തീ നിയന്ത്രണ വിധേയമാക്കിയതും. കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുമ്പോഴേക്കും തീ പടർന്നതും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചതും വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. മെഡിക്കൽ കോളേജിൽ ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യത്തിലും ശുപാർശയിലും സർക്കാർ മൗനം പാലിക്കുന്നതിൽ പ്രതിഷേധവും ഉയർന്നു കഴിഞ്ഞു. മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ നഗരത്തിൽ 4 ഫയർ സ്റ്റേഷനുകൾ സ്ഥാപിക്കാനാണ് ജില്ലാ ഫയർ ഓഫീസർ ശുപാർശ നൽകിയിരുന്നത്. പൊതുജനങ്ങളുടെ പരാതി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്കും മേയർക്കും വർഷങ്ങൾക്ക് മുമ്പേ ഭീമഹർജിയും നൽകിയിരുന്നു. മെഡിക്കൽ കോളേജിനോട് ചേർന്ന് 20 സെന്റ് സ്ഥലമാണ് ഫയർ സ്റ്റേഷനായി ആവശ്യപ്പെട്ടത്. എന്നാൽ സ്ഥലം വിട്ടു നൽകാൻ ആരോഗ്യ വകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. നിലവിലെ സാഹചര്യത്തിൽ സ്ഥലം അനുവദിക്കാനും തുടർ നടപടികൾ വേഗത്തിലാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം. ഇനിയും ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്ന ആശങ്കയും ഉയർന്നു കഴിഞ്ഞു. ജനം, കോഴിക്കോട്.